ഹലോ എവരിവൺ, വെൽക്കം ടു Aifer Education. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് എങ്ങനെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ JRF ക്വാളിഫൈ ചെയ്യാം എന്നുള്ളതായിരുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൊളിറ്റിക്കൽ തിയറിയിലെ യൂണിറ്റ് 1 പൊളിറ്റിക്കൽ തിയറിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ലോകത്ത് ഒരുപാട് ചലനങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്ത ഒരു പൊളിറ്റിക്കൽ ട്രഡീഷനെ കുറിച്ചാണ്, അതായത് ഫെമിനിസത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫെമിനിസത്തിന്റെ ഒറിജിനൽ ഡെവലപ്മെന്റ്, അതോടൊപ്പം തന്നെ 4 വേവ്സ് ഓഫ് ഫെമിനിസം. ഫസ്റ്റ് നമുക്ക് ഒറിജിനൽ ഡെവലപ്മെന്റ് നോക്കാം. ആസ് എ പൊളിറ്റിക്കൽ ടേം ഫെമിനിസം വാസ് എ 20th century ഇൻവെൻഷൻ. അപ്പം ഫെമിനിസം ആസ് എ പൊളിറ്റിക്കൽ ഐഡിയോളജി അല്ലെ പൊളിറ്റിക്കൽ ടേം എപ്പോഴാണ് യൂസ് ചെയ്യാൻ തുടങ്ങുന്നത്? അത് 20th century യൂസ് ചെയ്യാൻ തുടങ്ങുന്നത് എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. 20th century ഫെമിനിസം ആസ് എ പൊളിറ്റിക്കൽ ടേം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഐഡിയോളജി 20th century എന്ത് യൂസ് ചെയ്യാൻ തുടങ്ങുന്നത് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആൻഡ് ഹാസ് ഓൺലി has become a familiar part of everyday language since 1960s. അപ്പം 1960s എന്ത് ഒരു പോപ്പുലർ ടേമായി മാറുന്നത് അല്ലെങ്കിൽ ഒരു ഫെമിലിയർ ടേമായി മാറുന്നത് എന്നുള്ളതാണ്. പോപ്പുലറൈസേഷൻ ഓഫ് ഫെമിനിസം, പോപ്പുലറൈസേഷൻ ഓഫ് പൊളിറ്റിക്കൽ ടേം അല്ലെ ടേം ഫെമിനിസം സംഭവിക്കുന്നത് എപ്പോഴാണ്? 1960s എന്നുള്ളതാണ്. അപ്പം അത് യൂസ് ചെയ്യാൻ തുടങ്ങുന്നത് 20th century, അത് പോപ്പുലർ ആകുന്നത് 1960s എന്നുള്ളതാണ്. ഫെമിനിസ്റ്റ് വാസ് ഫസ്റ്റ് യൂസ്ഡ് ഇൻ 19th century. പക്ഷേ ഫെമിനിസ്റ്റ് എന്ന് പറയുന്ന ടേം എന്താണ്? 19th century യൂസ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. ആസ് എ മെഡിക്കൽ ടേം, പൊളിറ്റിക്കൽ ടേം ആയിട്ടല്ല യൂസ് ചെയ്തത്, മെഡിക്കൽ ടേം ആയിട്ടാണ് എന്ത് ഫെമിനിസ്റ്റ് എന്ന് പറയുന്ന ടേം യൂസ് ചെയ്തത് എന്നുള്ളതാണ്. ടു ഡിസ്ക്രൈബ് ചെയ്തത് ഫെമിനൈസേഷൻ ഓഫ് മെൻ ഓർ മസ്കുലൈസേഷൻ ഓഫ് വിമൻ, അതായത് പുരുഷന്മാർ പിന്നെന്താണ് സ്ത്രീകളുടെ ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കപ്പെടുന്ന ആ സാഹചര്യത്തെ, പുരുഷന്മാരിൽ സ്ത്രീകളുടെ ക്യാരക്ടറിസ്റ്റിക്സ് കാണപ്പെടുന്ന സാഹചര്യത്തെ എന്താണ് ഫെമിനൈസേഷൻ ഓഫ് മെൻ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് എന്ത് 19th century ഫെമിനിസ്റ്റ് എന്ന് പറയുന്ന ടേം ഫസ്റ്റ് യൂസ് ചെയ്യുന്നത്. പക്ഷേ അതൊരു പൊളിറ്റിക്കൽ ഐഡിയോളജി ഫ്രെയിംവർക്കിൽ, ഒരു പൊളിറ്റിക്കൽ ഫ്രെയിംവർക്ക് കിട്ടുന്ന എപ്പോഴാണ്? ഒരു പൊളിറ്റിക്കൽ കൊണോട്ടേഷൻ കിട്ടുന്ന എപ്പോഴാണ്? 20th century എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇൻ മോഡേൺ യൂസേജ് ഫെമിനിസം ഈസ് ഇൻവേരിയബിളി ലിങ്ക് ടു ദ വിമൻസ് മൂവ്മെന്റ് ആൻഡ് ദ അറ്റംപ്റ്റ് ടു അഡ്വാൻസ് ദ സോഷ്യൽ റോൾ ഓഫ് വിമൻ. അത് സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഫെമിനിസം എന്ന് പറയുന്നത് സ്ത്രീകളുടെ എംപവർമെന്റ്, സ്ത്രീകളുടെ റൈറ്റ്സ്, സ്ത്രീകളുടെ പ്രോഗ്രസിനൊക്കെ എന്താണ് ഫോക്കസ് കൊടുക്കുന്ന, അവർക്ക് ഇക്വിറ്റബിൾ സ്പേസ്, എന്താണ് പുരുഷന്മാരെ പോലെ അവർക്കും എന്താണ് ഒരു സ്പേസ് വേണം, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇക്വിറ്റബിൾ ആയിട്ടുള്ള സ്പേസ് വേണം എന്നുള്ളതാണ്. അതിന് ഫോക്കസ് കൊടുക്കുന്നത് അവരുടെ എംപവർമെന്റിനും അതോടൊപ്പം തന്നെ അവരുടെ സ്ത്രീകളുടെ പ്രോഗ്രസിനും സ്ത്രീകളുടെ റൈറ്റ്സിനും എല്ലാം എന്താണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഫിലോസഫിയാണ് എന്ത് ഫെമിനിസം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് 2 beliefs. എന്താണ് 2 beliefs? That women are disadvantaged because of their sex. അപ്പം women are disadvantaged because they are women. അവർ സ്ത്രീകൾ ആയതുകൊണ്ടാണ് എന്ത് അവർ ഡിസഡ്വാൻറ്റേജ്ഡ് ആയിരിക്കുന്നത് അല്ലെങ്കിൽ ഡിപ്രൈവ്ഡ് ആയിരിക്കുന്നത്. അതാണ് ഒരു ഐഡിയ. അതോടൊപ്പം തന്നെ that this disadvantage can and should be overthrown. അപ്പം അവർ ഡിസഡ്വാൻറ്റേജ്ഡ് ആണ്, അതോടൊപ്പം തന്നെ ഡിപ്രൈവ്ഡ് ആണ്. അപ്പം എന്താണ് എങ്ങനെ ഈ ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഈ ഡിപ്രൈവേഷൻ, ഈ ഒരു നമ്മുടെ അവസ്ഥ എങ്ങനെ നമുക്ക് മറികടക്കാം, എങ്ങനെ നമുക്ക് എംപവർ ആകാം അല്ലെങ്കിൽ എങ്ങനെ പ്രോഗ്രസ് ആകാം എന്നുള്ളതാണ് എന്ത് ഫോക്കസ് എന്ന് പറയുന്നത്. ഫെമിനിസം ഈസ് ഫോക്കസ്ഡ് ഓൺ അല്ലെങ്കിൽ ഈസ് ബേസ്ഡ് ഓൺ 2 beliefs. വിമൻ ഈസ് എ ഡിസഡ്വാൻറ്റേജ് ബിക്കോസ് ദേ ആർ വിമൻ. അപ്പം സ്ത്രീകൾ എന്തുകൊണ്ടാണ് ഡിപ്രൈവ്ഡ് ആയി നിൽക്കുന്നത്? അവർ സ്ത്രീകളായതുകൊണ്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ഒരു സാഹചര്യത്തെ മറികടക്കാം അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തെ സ്ത്രീകൾക്ക് എതിരെ നിൽക്കുന്ന സ്ത്രീകളുടെ മേൽ ഡിസ്ക്രിമിനേഷൻ സ്ത്രീകൾ ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യുന്ന ഈ സിസ്റ്റം എങ്ങനെ ഓവർത്രോ ചെയ്യാം അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് 2 basic beliefs എന്ന് പറയുന്നത്. പിന്നെ also the term feminism may be of recent origin. Feminist views has been expressed in many different cultures and can be traced as far as ancient civilizations of Greece and China. അപ്പം ഇത് റീസെന്റ് ഒറിജിൻ ആണ്, ഒരു മോഡേൺ ടേം ആണ്. 1960s അല്ലെങ്കിൽ 1950s 20th century ഇത് എമേർജ് ചെയ്ത് വരുന്നത്. ഈ ടേം അത് പൊളിറ്റിക്കൽ ടേം എന്താണ് എമേർജ് ചെയ്ത് വരുന്നെങ്കിലും എന്താണ് ഫെമിനിസത്തെ കുറിച്ച് അല്ലെ ഫെമിനിസം മുന്നോട്ട് വെക്കുന്ന ഐഡിയാസിനെ കുറിച്ച് ആൻഷ്യൻ ഗ്രീസിലും അതോടൊപ്പം തന്നെ ആൻഷ്യൻ ചൈനയിലെല്ലാം എന്താണ്
പല രീതിയിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഫെമിനിസ്റ്റ് വ്യൂസ് ഹാവ് ബീൻ എക്സ്പ്രസ് ഇൻ മെനി ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്. അപ്പോൾ ആൻഷ്യൻ ഗ്രീസിലും ആൻഷ്യൻ ചൈനയിലൊക്കെ എന്താണ് ഫെമിനിസം മുന്നോട്ട് വെക്കുന്ന തീംസ്, ഐഡിയാസ്, കാര്യങ്ങൾ, തോട്ട്സ് എല്ലാം എന്താണ് ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ക്രിസ്റ്റ്യൻ ഡി പ്രിസാൻസ് ബുക്ക് ഓഫ് ദ സിറ്റി, ക്രിസ്റ്റ്യൻ ഡി പ്രിസാൻ എന്ന് പറയുന്ന തിങ്കറിന്റെ, ആൻഷ്യൻ തിങ്കറിന്റെ ബുക്കാണ് ബുക്ക് ഓഫ് ദ സിറ്റി ഓഫ് ലേഡീസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ പബ്ലിഷ്ഡ് ഇൻ 1405 പബ്ലിഷ് ചെയ്ത ബുക്ക് ഓഫ് ദ സിറ്റി ഓഫ് ലേഡീസ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നത് മോഡേൺ ഫെമിനിസം മുന്നോട്ട് വയ്ക്കുന്ന ഐഡിയാസ്, തീംസിനെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്താണ് പറയുന്നുണ്ട്, റെഫറൻസ് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. റെക്കോർഡിംഗ് ദ ഡീഡ്സ് ഓഫ് ഫേമസ് വിമൻ ഓഫ് ദ പാസ്റ്റ് ആൻഡ് അഡ്വക്കേറ്റ് വിമൻസ് റൈറ്റ്സ് ടു എഡ്യൂക്കേഷൻ ആൻഡ് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്. അപ്പം വിമൻസ് റൈറ്റ് ടു എഡ്യൂക്കേഷനും വിമൻസിന്റെ പൊളിറ്റിക്കൽ റൈറ്റ്സിനെ കുറിച്ചൊക്കെ എന്താണ്, സ്ത്രീകളുടെ പൊളിറ്റിക്കൽ റൈറ്റ്സിനെ കുറിച്ചും സ്ത്രീകളുടെ എന്താണ് എഡ്യൂക്കേഷൻ റൈറ്റ്സിനെ കുറിച്ചൊക്കെ എന്താണ് ഈ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫേമസ് വിമൻ ഓഫ് ദ പാസ്റ്റ്, അവരുടെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ച്, അതായത് വളരെ പ്രശസ്തരായ സ്ത്രീകളുടെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ച് ഒക്കെ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ദ ഫസ്റ്റ് ടെസ്റ്റ് ഓഫ് ദ മോഡേൺ ഫെമിനിസം ഈസ് യൂഷ്വലി ടേക്കൺ ടു ബി മേരി വോളസ്റ്റൺക്രാഫ്റ്റ് വിൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വിമൻ. വളരെ വിൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് ദ വിമൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള പുസ്തകമാണ് എന്ത്, മേരി വോളസ്റ്റൺക്രാഫ്റ്റിന്റെ വിൻഡിക്കേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് വിമൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ടെസ്റ്റ് ഓഫ് മോഡേൺ ഫെമിനിസത്തിന്റെ ഫസ്റ്റ് ടെസ്റ്റ് അല്ലെ ഫസ്റ്റ് റെഫറൻസ് ബുക്ക് എന്ന് പറയുന്നത് നമുക്ക് വിൻഡിക്കേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് വിമൻ എന്ന് പറയാമെന്നുള്ളത്. റിട്ടൺ അഗെയിൻസ്റ്റ് ദി ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഫ്രഞ്ച് റെവല്യൂഷന്റെ പശ്ചാത്തലത്തിൽ എഴുതിയ മേരി വോളസ്റ്റൺക്രാഫ്റ്റിന്റെ വിൻഡിക്കേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് വിമൻ എന്ന് പറയുന്ന ഫേമസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള പുസ്തകത്തെ എന്താണ് നമുക്ക് ഫസ്റ്റ് റെഫറൻസ് ടെസ്റ്റ് ഓഫ് മോഡേൺ ഫെമിനിസം എന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഇതാണ് ബേസിക്കലി ഒറിജിനൽ ഡെവലപ്മെന്റ്. ഫസ്റ്റ് ഇത് ഫെമിനിസ്റ്റ് എന്ന് പറയുന്ന ടേം എന്താണ്, ഒരു മെഡിക്കൽ ടേം ആയിട്ടാണ് 19th സെഞ്ചുറിയിൽ യൂസ് ചെയ്യുന്നത്. പിന്നീട് 20th സെഞ്ചുറിയിലാണ് എന്ത് ആസ് എ പൊളിറ്റിക്കൽ ഐഡിയോളജി അല്ലെ ആസ് എ പൊളിറ്റിക്കൽ ടേം അല്ലെങ്കിൽ ആസ് എ പൊളിറ്റിക്കൽ ട്രഡീഷൻ ഫെമിനിസം എന്താണ് എമേർജ് ചെയ്ത് വരുന്നത് 20th സെഞ്ചുറിയിലാണ്. അത് പോപ്പുലറൈസ് ചെയ്യപ്പെടുന്ന എപ്പോഴാണ്, അല്ലെ പോപ്പുലർ ടേമായി മാറുന്ന എപ്പോഴാണ്, ഒരു ഫെമിലിയർ ടേമായി മാറുന്ന എപ്പോഴാണ്, 20th സെഞ്ചുറിയിലാണ്. പിന്നെ ആൻഷ്യൻ കൾച്ചറിൽ, ആൻഷ്യൻ ഗ്രീസ് കൾച്ചറിലോ അല്ലെ ആൻഷ്യൻ ചൈന റിലേറ്റഡ് ആയിട്ടുള്ള പിന്നെന്താണ് ബുക്സിലും കാര്യങ്ങൾ ആൻഷ്യൻ കൾച്ചറിൽ എന്താണ് പിന്നെ ഫെമിനിസത്തെ കുറിച്ച് അല്ലെ ഫെമിനിസം മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തെ കുറിച്ച് എന്താണ് പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുസ്തകമാണ് ക്രിസ്റ്റ്യൻ ഡി പ്രിസാന്റെ ബുക്ക് ഓഫ് ദ സിറ്റി ഓഫ് ലേഡീസ്. അപ്പം ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് നമ്മൾ ഒറിജിനൽ ഡെവലപ്മെന്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ വിൻഡിക്കേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് വിമൻ ഫസ്റ്റ് റെഫറൻസ് അല്ലെ ഫസ്റ്റ് ടെസ്റ്റ് ഓഫ് മോഡേൺ ഫെമിനിസം എന്ന് വിളിക്കപ്പെടുന്ന പുസ്തകമാണെന്ത് വിൻഡിക്കേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് വിമൻ, മേരി വോളസ്റ്റൺക്രാഫ്റ്റിന്റെ വിൻഡിക്കേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് വിമൻ. വളരെ ഇമ്പോർട്ടൻ്റ് പുസ്തകമാണ്. റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഈ ബുക്ക് റിലേറ്റഡ് ചോദിച്ചിട്ടുണ്ട്, അപ്പം നോട്ട് ചെയ്യാം. പിന്നെ വേവ്സ് ഓഫ് ഫെമിനിസത്തെ കുറിച്ചാണ് പറയുന്നത്. 4 വേവ്സ് ഉണ്ട്. ഫസ്റ്റ് വേവ് ഉണ്ട്, സെക്കൻഡ് വേവ് ഉണ്ട്, തേർഡ് വേവ് ഉണ്ട്, പിന്നെ ഫോർത്ത് വേവ് ഉണ്ട്. അപ്പൊ 4 വേവ്സ് ഓഫ് ഫെമിനിസത്തെ കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വേവ് എന്താണ്? ഫസ്റ്റ് വേവ് ഓഫ് ഫെമിനിസം എന്താണ്? ബൈ ദ മിഡ് 19th സെഞ്ചുറിയിലാണ് ഫസ്റ്റ് വേവ് സംഭവിക്കുന്നത്. വിമൻസ് മൂവ്മെന്റ് ഹാഡ് അക്വയർഡ് എ central focus. The focus was campaign for middle suffrage, the right to vote, which drew inspiration from the progressive extension of franchise to men. അപ്പം ആണുങ്ങൾക്ക് പുരുഷന്മാർക്ക് റൈറ്റ് ടു വോട്ട് കിട്ടി, അല്ല വോട്ടിംഗ് റൈറ്റ്സ് കിട്ടി എന്നുള്ള ഫ്രാഞ്ചൈസ് കിട്ടി, അതായത് വോട്ടിംഗ് റൈറ്റ്സ് കിട്ടി. അപ്പം അതിന് ഇൻസ്പയർ ആയിട്ട് എന്താണ് സ്ത്രീകളും ക്യാമ്പയിൻ തുടങ്ങിയാണ്, ക്യാമ്പയിൻ മൂവ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ് ഫോർ ദ ഫീമെയിൽ സഫ്രേജ്, അതായത് പൊളിറ്റിക്കൽ റൈറ്റ്സ്, വോട്ടിംഗ് റൈറ്റ്സിനൊക്കെ വേണ്ടി എന്താണ് ഫീമെയിൽ അല്ലെ സ്ത്രീകളും ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തു അല്ലെങ്കിൽ മൂവ്മെന്റ് തുടങ്ങി എന്നുള്ളതാണ്, റിലേറ്റഡ് മൂവ്മെന്റ് തുടങ്ങി എന്നുള്ളതാണ്. മിഡ് 19th സെഞ്ചുറി ആണ് സംഭവിക്കുന്നത്. ദിസ് പീരീഡ് ഈസ് ആക്ച്വലി ഫോക്കസിങ് ഓൺ അല്ലെ ഫസ്റ്റ് വേവ് ഓഫ് ഫെമിനിസം ഈസ് ആക്ച്വലി ഫോക്കസിങ് ഓൺ പൊളിറ്റിക്കൽ റൈറ്റ്സ്, സ്ത്രീകളുടെ പൊളിറ്റിക്കൽ റൈറ്റ്സ്, അത് വോട്ടിംഗ് റൈറ്റ്സ് അല്ലെ പൊളിറ്റിക്സിൽ ഇൻവോൾവ് ആകാനുള്ള ഇമ്പോർട്ടൻറ്റ് റൈറ്റ്സ്, അത് വോട്ടിംഗ് റൈറ്റ്സ് ആണ് മെയിൻ ആയിട്ട് ഇവിടെ ഫോക്കസ് ചെയ്യപ്പെടുന്നത്. പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ റൈറ്റ്സ് ആണ് ഇവിടെ ഫോക്കസ് ചെയ്യപ്പെടുന്നത്. ഇത് പീരീഡ് ഈസ് യൂഷ്വലി റെഫർ ടു ആസ് ദ ഫസ്റ്റ് വേവ്. ഈ ഒരു പീരീഡിനാണ് ഫസ്റ്റ് വേവ് ഓഫ് ഫെമിനിസം എന്നറിയപ്പെടുന്നത്. അതായത് പൊളിറ്റിക്കൽ റൈറ്റ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നല്ല, പൊളിറ്റിക്കൽ റൈറ്റ്സ് വേണം എന്ന് പറഞ്ഞ എന്താണ് ക്യാമ്പയിൻ, അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്യാമ്പയിൻ മൂവ്മെന്റ്സ് അതിനൊക്കെ ഫോക്കസ് ചെയ്യുന്ന പീരീഡിനാണ് പിന്നെ എന്താണ് ഫസ്റ്റ് വേവ് ഓഫ് ഫെമിനിസം എന്ന് അറിയപ്പെടുന്നത്. ആൻഡ് വാസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ ഡിമാൻഡ് ദാറ്റ് വിമൻ ഷുഡ് എൻജോയ് ദ സെയിം ലീഗൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ആസ് മെൻ. അപ്പം ഓൾറെഡി പറഞ്ഞു പുരുഷന്മാർക്ക് വോട്ടിംഗ് റൈറ്റ്സ് കിട്ടി, അപ്പോൾ എന്താണ്
ഞങ്ങൾക്ക് സ്ത്രീകൾക്കും വോട്ടിംഗ് റൈറ്റ്സ് വേണം എന്ന് പറഞ്ഞ് നടക്കുന്ന പിന്നെ എന്താണ് നടന്ന മൂവ്മെന്റ്സ് കാര്യങ്ങളൊക്കെയാണിത്. ഫസ്റ്റ് മൂവ്മെന്റ്സ് കാര്യങ്ങൾ ക്യാമ്പയിനൊക്കെയാണിത് ഫസ്റ്റ് വേവ് ഓഫ് ഫെമിനിസത്തിൽ വരുന്നത്. ഫീമെയിൽ സഫ്രേജ് വാസ് ഇറ്റ്സ് പ്രിൻസിപ്പൽ ഗോൾ, ഇമ്പോർട്ടൻറ്റ് ഗോൾ, അൾട്ടിമേറ്റ് ഗോൾ അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വേവ് ഓഫ് ഫെമിനിസം നമ്മൾ പറയുമ്പോൾ അതിന്റെ ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ഗോൾ എന്ന് പറയുന്നത് എന്താണ്? ഫീമെയിൽ സഫ്രേജ് ആണ്, അതായത് വിമൻസ് വോട്ടിംഗ് റൈറ്റ്സ് ആണ് വരുന്നത്. ബിലീവ് ദാറ്റ് if women could vote, all other forms of sexual discrimination or prejudice would quickly disappear. അതായത് വിമൻസിന് പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ റൈറ്റ്സ് കിട്ടിയാൽ, അതായത് പുരുഷന്മാരെ പോലെ പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ റൈറ്റ്സ് കിട്ടിയാൽ എന്താണ്? എല്ലാ തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും പ്രിജുഡിസും സ്റ്റീരിയോടൈപ്സും എന്താണ്? എക്സ്പ്ലോയിറ്റേഷൻ ഓപ്പറേഷനും എല്ലാം എന്താണ്? ഡിസപ്പയർ ആകും അല്ലെ എലിമിനേറ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ് സെൻട്രൽ ബിലീഫ് എന്ന് പറയുന്നത്. അപ്പം എന്തിനാണ് ഇവിടെ ഫോക്കസ് കൊടുക്കുന്നത്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? അപ്പോൾ ഇവിടെ സെൻട്രൽ ഫോക്കസ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ റൈറ്റ്സ് ആണ്, അതായത് വോട്ടിംഗ് റൈറ്റ്സ് ആണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഫസ്റ്റ് വേവിൽ വോട്ടിംഗ് റൈറ്റ്സ് ആണ് ഫോക്കസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ വോട്ടിംഗ് റൈറ്റ്സിലൂടെ എന്താണ്? മറ്റ് എല്ലാ പ്രശ്നങ്ങളും, അതായത് എല്ലാ തരത്തിലുള്ള എക്സ്പ്ലോയിറ്റേഷനും പിന്നെ പ്രിജുഡിസും സ്റ്റീരിയോടൈപ്പും അതോടൊപ്പം എന്താണ് ഡിസ്ക്രിമിനേഷനും എല്ലാം എന്താണ്? ഡിസപ്പയർ ആകും എന്നുള്ളതാണ് ഫസ്റ്റ് വേവ് ഓഫ് ഫെമിനിസത്തിലെ സെൻട്രൽ ബിലീഫ് എന്ന് പറയുന്നത്. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് വേവ് ഓഫ് ഫെമിനിസം ഈസ് ഓൾ അബൌട്ട് വോട്ടിംഗ് റൈറ്റ്സ് അല്ലെ ഫീമെയിൽ സഫ്രേജ് എന്നുള്ളതാണ്. അപ്പോൾ പുരുഷന്മാർക്ക് വോട്ടിംഗ് റൈറ്റ്സ് കിട്ടി, അപ്പം ഞങ്ങൾക്കും വോട്ടിംഗ് റൈറ്റ്സ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന മൂവ്മെന്റ്സ് ക്യാമ്പയിൻസ്, സ്ത്രീകൾ മുന്നിട്ട് ഇറങ്ങി പിന്നെ ക്യാമ്പയിൻസ് പിന്നെ എന്താണ് മൂവ്മെന്റ്സ് ഒക്കെയാണ് എന്ത് ഫസ്റ്റ് വേവ് ഓഫ് ഫെമിനിസത്തിലെ ഫോക്കസ് പോയിന്റ്സ് അല്ലെ സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്നത്. The women's movement was strongest in those countries where political democracy was most advanced. അപ്പോൾ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഡെമോക്രസി എമേർജ് ചെയ്ത് ഡെവലപ്പ് ചെയ്യപ്പെട്ട എന്താണ്? ഡെമോക്രസി ഡെവലപ്പ് ചെയ്യപ്പെട്ട അല്ല ഡെമോക്രാറ്റിക് ആയിട്ടുള്ള കൺട്രീസിലാണ് എന്ത് വിമൻസ് മൂവ്മെന്റ് വാസ് സ്ട്രോങ്ങസ്റ്റ് ഇൻ ഫസ്റ്റ് വേവ് ഓഫ് ഫെമിനിസം. ബേസിക്കലി ഡെമോക്രാറ്റിക് കൺട്രീസ്, അതായത് വെസ്റ്റേൺ കൺട്രീസിലായിരുന്നു എന്ത് സ്ട്രോങ്ങസ്റ്റ് ആയിട്ട് നിന്നിരുന്നത് എന്നുള്ളതാണ്. സ്ട്രോങ്ങസ്റ്റ് ആയിട്ട് എമേർജ് ചെയ്തു വിമൻസ് മൂവ്മെന്റ് ഡിമാൻഡിങ് ഫീമെയിൽ സഫ്രേജ് സ്ട്രോങ്ങസ്റ്റ് ആയിട്ട് വന്ന് എവിടെയാണ്? എമേർജ് ചെയ്ത് എവിടെയാണ്? ദോസ് കൺട്രീസ് വേർ പൊളിറ്റിക്കൽ ഡെമോക്രസി വാസ് മോസ്റ്റ് അഡ്വാൻസ്. ഡെമോക്രാറ്റിക് ആയിട്ടുള്ള വെസ്റ്റേൺ കൺട്രീസിലായിരുന്നു എന്ത് മെയിനായിട്ട് ഈ ഒരു സ്റ്റേജിൽ ഫസ്റ്റ് വേവ് ഓഫ് ഫെമിനിസം മെയിനായിട്ട് വരുന്നത് എന്നുള്ളതാണ്. വിമൻ ഡിമാൻഡഡ് റൈറ്റ്സ് ദാറ്റ് മെനി കേസ് വർ ഓൾറെഡി എൻജോയ്ഡ് ബൈ ദ ഹസ്ബൻഡ്സ് ആണ്. ഓൾറെഡി പറഞ്ഞു പുരുഷന്മാർ പിന്നെ എൻജോയ് ചെയ്തുകൊണ്ടല്ല, പുരുഷന്മാർക്ക് ലഭിച്ച എന്താണ്? വോട്ടിംഗ് റൈറ്റ്സ്, പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ റൈറ്റ്സ് എന്താണ്? ഞങ്ങൾക്ക് വേണം എന്ന് ഡിമാൻഡ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ ഈ ഒരു വേവിൽ എന്താണ് പിന്നെ സ്ത്രീകളുടെ മൂവ്മെന്റ് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ഇൻ USA വിമൻസ് മൂവ്മെന്റ് എമേർജ് ഡ്യൂറിങ് 1840s. USA എപ്പോഴാണ്? 1840s വിമൻസ് മൂവ്മെന്റ് എമേർജ് ചെയ്ത് വരുന്നത് എന്നുള്ളതാണ്. USA ഇൻസ്പയർഡ് ഇൻ പാർട്ട് ബൈ ദി ക്യാമ്പയിൻ ടു അബോളിഷ് സ്ലേവറി. അപ്പോൾ ആ സമയത്താണ് ക്യാമ്പയിൻ ടു അബോളിഷ് സ്ലേവറി നടക്കുന്നത്, അല്ലെങ്കിൽ അത് സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ക്യാമ്പയിനായി മാറുന്നത് എന്നുള്ളതാണ്. അപ്പം അതിന്നും എന്താണ്? ആ ഒരു ക്യാമ്പയിനും എന്താണ്? വിമൻസ് സ്ത്രീകൾ ഇൻസ്പയർഡ് ആയി എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യം. ദ ഫേമസ് സെനേഗ ഫാൾസ് കൺവെൻഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെനേഗ ഫാൾ കൺവെൻഷൻ ഹെൽഡ് ഇൻ 1848 മാർക്ക് ദ ബർത്ത് ഓഫ് US വിമൻസ് റൈറ്റ്സ് മൂവ്മെന്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വിച്ച് കൺവെൻഷൻ മാർക്ക് ദ ബർത്ത് ഓഫ് വിമൻസ് റൈറ്റ്സ് മൂവ്മെന്റ്? അത് സെനേഗ ഫാൾസ് കൺവെൻഷൻ ആണ്. 1848 നടന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഡേറ്റ് നോട്ട് ചെയ്യുക, ആ ഒരു കൺവെൻഷൻ നോട്ട് ചെയ്യുക. അപ്പം ദിസ് കൺവെൻഷൻ മാർക്ക് ദ ബർത്ത് ഓഫ് US വിമൻസ് റൈറ്റ്സ് മൂവ്മെന്റ് എന്നുള്ളതാണ്. ഇറ്റ് അഡോപ്റ്റഡ് ഡിക്ലറേഷൻ ഓഫ് സെന്റിമെന്റ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് അഡോപ്റ്റഡ് ഡിക്ലറേഷൻ ഓഫ് സെന്റിമെന്റ്സ്. അപ്പോൾ ഡിക്ലറേഷൻ ഓഫ് സെന്റിമെന്റ് ഈസ് റിലേറ്റഡ് ടു സെന്റിമെന്റ്സ് ഈസ് റിലേറ്റഡ് ടു എന്താണ്? US വിമൻ റൈറ്റ്സ് മൂവ്മെന്റ് അല്ലെങ്കിൽ ഫസ്റ്റ് വേവ് ഓഫ് ഫെമിനിസം എന്നുള്ളതാണ്. റിട്ടൺ ബൈ എലിസബത്ത് കാൻഡി സ്റ്റാൻഡൻ എന്ന് പറയുന്ന തിങ്കറാണെന്ത്, അല്ലെങ്കിൽ ഫീമെയിൽ ആക്ടിവിസ്റ്റ് ഫെമിനിസ്റ്റ് ആക്ടിവിസ്റ്റ് ആണെന്ത് ഈ ഒരു ഡിക്ലറേഷൻ ഓഫ് സെന്റിമെന്റ് എഴുതുന്നത്. പിന്നെ വിച്ച് ഡെലിബറേറ്റ്ലി ഡ്രൂ അപ്പോൺ ദ ലാംഗ്വേജ് ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് ആൻഡ് കോഡ് എമംഗ്സ് അതർ തിങ്സ് ഫോർ ഫീമെയിൽ സഫ്രേജ്. അപ്പം ബേസിക്കലി ഇതും എന്താ? ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്, അമേരിക്കൻ ഇൻഡിപെൻഡൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്താണ്? ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് ഇൻസ്പയർ ആയിട്ടാണ് എന്ത് ഡിക്ലറേഷൻ ഓഫ് സെന്റിമെന്റ്സ് വരുന്നത് എന്നുള്ളതാണ്. പിന്നെ ഈ ഡിക്ലറേഷൻ ഓഫ് സെന്റിമെന്റ്സ് എന്താണ് ഫോക്കസ് ചെയ്യുന്നത്? അത് ഫീമെയിൽ സഫ്രേജ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. ഫീമെയിൽ സഫ്രേജ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം US വിമൻ റൈറ്റ്സ് മൂവ്മെന്റ് നമ്മൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്? US വിമൻ റൈറ്റ്സ് മൂവ്മെന്റിനെ കുറിച്ച് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം സെനേഗ ഫാൾ കൺവെൻഷൻ ആണ്. 1848 സംഭവിക്കുന്ന സെനേഗ ഫാൾ കൺവെൻഷൻ. അതോടൊപ്പം തന്നെ ഡിക്ലറേഷൻ ഓഫ് സെന്റിമെന്റ് ഇറ്റ് അഡോപ്റ്റഡ്. ആ കൺവെൻഷൻ ഡിക്ലറേഷൻ ഓഫ് സെന്റിമെന്റ് അഡോപ്റ്റ് ചെയ്യുന്നു. അത് ആരാണ് എഴുതിയത്? എലിസബത്ത് കാൻഡി സ്റ്റാൻഡൻ ആണ് ഡിക്ലറേഷൻ ഓഫ് സെന്റിമെന്റ് എഴുതുന്നത്. ഇറ്റ് ഡിമാൻഡഡ്, ഇറ്റ് ഫോക്കസ്ഡ് ഓൺ ഫീമെയിൽ സഫ്രേജ്, ഫീമെയിൽ വോട്ടിംഗ് റൈറ്റ്സ് എന്നുള്ളതാണ്.
The National Women's Suffrage Association, led by Stan and Susan B. Anthony, was set up in 1869 and merged with the more conservative American Women's Suffrage Association in 1890. അപ്പം എലിസബത്ത് സ്റ്റാൻറ്റനും അതോടൊപ്പം തന്നെ എലിസബത്ത് കാൻഡി സ്റ്റാൻറ്റനും സൂസൻ ബി ആന്റണിയും എസ്റ്റാബ്ലിഷ് ചെയ്ത അല്ലെങ്കിൽ ഫോം ചെയ്ത അസോസിയേഷൻ ആണെന്ത് ഫെമിനിസ്റ്റ് അസോസിയേഷൻ ആണ് നാഷണൽ വിമൻസ് സഫ്രേജ് അസോസിയേഷൻ. 1869 ഫോം ചെയ്യാൻ പേര് നോട്ട് ചെയ്യുക കേട്ടോ. ആ അസോസിയേഷൻ്റെ പേര് നോട്ട് ചെയ്യുക, അതോടൊപ്പം തന്നെ ഇയർ നോട്ട് ചെയ്യുക. ചിലപ്പം മാച്ച് ദ ഫോളോയിങ്ങിലോ ഡയറക്റ്റ്ലി ചോദിക്കാം. പിന്നെ ഇൻ ദ UK an organized movement developed during the 1850s. UK എപ്പോഴാണ് ഒരു ഓർഗനൈസ്ഡ് മൂവ്മെന്റ് ഫെമിനിസം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസ് വിമൻ റൈറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഓർഗനൈസ്ഡ് മൂവ്മെന്റ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 1850s സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഇൻ 1867 the House of Commons defeated the first proposal for female suffrage and amendment to the Second Reform Act proposed by J.S. Mill. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫസ്റ്റ് ഈ ഒരു എന്താണ് ഫീമെയിൽ സഫ്രേജ് റിലേറ്റഡ് ആയിട്ടുള്ള പിന്നെ ഫസ്റ്റ് പ്രപ്പോസൽ എവിടെ? ഹൗസ് ഓഫ് കോമൺസിൽ ഫസ്റ്റ് പ്രപ്പോസൽ ആരാണ് പ്രപ്പോസ് ചെയ്യുന്നത്? പ്രപ്പോസൽ വരുന്നത് ഹൗസ് ഓഫ് കോമൺസിൽ ഫസ്റ്റ് റിഫോം അമെൻമെന്റ് ടു സെക്കൻഡ് റിഫോം ആക്ട് പ്രപ്പോസ് ബൈ, അതായത് ഫീമെയിൽ സഫ്രേജ് റിലേറ്റഡ് ആയിട്ടുള്ള സെക്കൻഡ് റിഫോം ആക്ട് ആരാണ്? അമെൻമെന്റ് ടു ദ സെക്കൻഡ് റിഫോം ആക്ട് ആരാണ് പ്രപ്പോസ് ചെയ്യുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. J.S. Mill ആണ് കേട്ടോ. സബ്ജക്ഷൻ ഓഫ് വിമൺ എഴുതിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ്കറാണെന്ത്? J.S. Mill ആണ് ആ പ്രപ്പോസ് ചെയ്യുന്ന ആ ഒരു അമെൻമെന്റ് പ്രപ്പോസ് ചെയ്യുന്നത് ടു സെക്കൻഡ് റിഫോം ആക്ട് പ്രപ്പോസ് ചെയ്യും. പക്ഷേ നിർഭാഗ്യവശാൽ എന്താണ്, അത് ഡിഫീറ്റഡ് ആയി. ഹൗസ് ഓഫ് കോമൺസിൽ അത് ഡിഫീറ്റഡ് ആയി എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ആ പേര് നോട്ട് ചെയ്യുക, J.S. Mill ആണ് അമെൻമെന്റ് പ്രപ്പോസ് ചെയ്യുന്നത്. നോട്ട് ചെയ്യാട്ടോ, സെക്കൻഡ് റിഫോം ആക്ടിലേക്കുള്ള അമെൻമെന്റ് പിന്നെ പ്രപ്പോസ് ചെയ്യുന്നത് J.S. Mill ആണ്. പക്ഷെ അത് നിർഭാഗ്യവശാൽ അത് ഹൗസ് ഓഫ് കോമൺസിൽ ഡിഫീറ്റഡ് ആയി പോയി എന്നുള്ളതാണ്. പിന്നെ ബ്രിട്ടീഷ് സഫ്രേജ് മൂവ്മെന്റ് അഡോപ്റ്റഡ് ഇൻക്രീസിംഗ്ലി militant tactics after the formation in 1903 of the Women's Social and Political. അപ്പോൾ വിമൻസ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ യൂണിയൻ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അസോസിയേഷൻ ഫോം ചെയ്തതോടെ എന്താണ് ബ്രിട്ടീഷ് സഫ്രേജ് മൂവ്മെന്റ്, ബ്രിട്ടനിൽ എന്താണ് ഫീമെയിൽ സഫ്രേജ് റിലേറ്റഡ് ആയിട്ടുള്ള മൂവ്മെന്റ് കുറച്ചുകൂടെ വയലന്റ് ആയി, റാഡിക്കൽ ആയി, അല്ലെങ്കിൽ എന്താണ് മിലിറ്റന്റ് ടാക്ടിക്സ് എന്താണ് ഈ ഒരു ഓർഗനൈസേഷൻ അഡോപ്റ്റ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. ഇൻക്രീസ്ലി മിലിറ്റന്റ് ടാക്ടിക്സ്. അപ്പോൾ ഈ ഒരു ഓർഗനൈസേഷൻ എന്താണ് ഒരു മിലിറ്റന്റ് ടാക്ടിക്സ് ആണ് മെയിനായിട്ട് അഡോപ്റ്റ് ചെയ്തത്. ലെഡ് ബൈ എമിലിൻ പാങ്കേഴ്സ് എന്ന് പറയുന്ന തിങ്കറാണെന്ത് ഈ ഒരു വിമൻസ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ യൂണിയൻ എന്ന് പറയുന്ന അസോസിയേഷൻ ഓർഗനൈസേഷൻ ലെഡ് ചെയ്തത് എന്നുള്ളതാണ്. ആൻഡ് ഹർ ഡോട്ടർ ക്രിസ്റ്റബൽ. അപ്പോൾ ഈ ഒരു ഓർഗനൈസേഷൻ ഈ ഒരു അസോസിയേഷൻ എന്താണ് മിലിറ്റന്റ് ടാക്ടിക്സ് ആണ്, വയലന്റ് ടാക്ടിക്സ് ആണ് അഡോപ്റ്റ് ചെയ്തത്, എംപ്ലോയ് ചെയ്തത് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഓർഗനൈസേഷൻ്റെ പേര്, അസോസിയേഷൻ്റെ പേരൊക്കെ നോട്ട് ചെയ്യുക. പിന്നെ അതിൻ്റെ ഫൗണ്ടേഴ്സ് ആരൊക്കെയാണ് നോട്ട് ചെയ്യുക. പിന്നെ ഇയർ നോട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യം ഫസ്റ്റ് പ്രപ്പോസൽ ഫോർ ഫീമെയിൽ സഫ്രേജ് ബ്രിട്ടനിൽ UK ഫസ്റ്റ് പ്രപ്പോസൽ ഫോർ ഫീമെയിൽ സഫ്രേജ് ആൻഡ് അമെൻമെന്റ് ടു സെക്കൻഡ് റിഫോം ആക്ട്. അപ്പം ഇതാണ് ഫസ്റ്റ് പ്രപ്പോസൽ ഫോർ ഫീമെയിൽ സഫ്രേജ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് UK. അത് അമെൻമെന്റ് ടു സെക്കൻഡ് റിഫോം ആക്ട് ആണ്. ആരാണ് പ്രപ്പോസ് ചെയ്തത്? J.S. Mill ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയി നോട്ട് ചെയ്യുക, J.S. Mill ആണ്. അതോടൊപ്പം തന്നെ ഹൗസ് ഓഫ് കോമൺസിൽ ഡിഫീറ്റഡ് ആയി എന്നുള്ളതാണ്. നിർഭാഗ്യവശാൽ എന്താണ് അത് ഡിഫീറ്റഡ് ആയി എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സ്റ്റേറ്റ്മെന്റ് ബേസിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം. ഈ കാര്യങ്ങളൊക്കെ സ്റ്റേറ്റ്മെന്റ് ബേസിൽ ചോദിക്കാം അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം. നോട്ട് ചെയ്യാട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഫസ്റ്റ് വേവ് എൻഡഡ് വിത്ത് ദ അച്ചീവ്മെന്റ് ഓഫ് ഫീമെയിൽ സഫ്രേജ് ഇൻട്രൊഡ്യൂസ് ഫസ്റ്റ് ഇൻ ന്യൂസിലാൻഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെയാണ് ഫീമെയിൽ സഫ്രേജ് ഫസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നത്? അതായത് വോട്ടിംഗ് റൈറ്റ്സ്, സ്ത്രീകൾക്ക് വോട്ടിംഗ് റൈറ്റ്സ് ഫസ്റ്റ് ഏത് രാജ്യത്താണ് കിട്ടുന്നത്? അത് ന്യൂസിലൻഡ് ആണ് കേട്ടോ. അത് UK USA അല്ല, അത് ന്യൂസിലൻഡിലാണ് കിട്ടുന്നത്. അത് 1893. ആ ഇയർ നോട്ട് ചെയ്യുക. പിന്നെ ആ രാജ്യം നോട്ട് ചെയ്യുക, അത് എവിടെയാണെന്ന് നോട്ട് ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂസിലൻഡിലാണ് ഫസ്റ്റ് കിട്ടുന്ന ഫീമെയിൽ സഫ്രേജ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. പിന്നെ 19th Amendment ഓഫ് ദി US Constitution granted the voting rights to അമേരിക്കൻ വിമൺ 1920 എന്ത് 19th Amendment ഓഫ് US Constitution സ്ത്രീകൾക്ക് വോട്ടിംഗ് റൈറ്റ്സ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. അത് നോട്ട് ചെയ്യുക. പിന്നെ ഫ്രാഞ്ചൈസ് വാസ് എക്സ്റ്റെൻഡ് ടു വിമൺ ഇൻ UK. എപ്പോഴാണ് സംഭവിക്കുന്നത്? 1980s. പിന്നെ ഇംപ്ലിമെന്റേഷൻ ലെവലിൽ സംഭവിക്കുന്നുണ്ട്. ഇംപ്ലിമെന്റേഷൻ ലെവൽ അല്ല, പോളിസി ലെവലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഇംപ്ലിമെന്റേഷൻ ലെവൽ എപ്പോഴാണ് വരുന്നത്? ബട്ട് ദേ ഡിഡ് നോട്ട് അച്ചീവ് ഈക്വൽ വോട്ടിംഗ് റൈറ്റ്സ് വിത്ത് ദ മാൻ ഫോർ ഫർദർ ഡിക്കേഡ്. ഒരു ഡിക്കേഡ് കഴിഞ്ഞാണ് എന്ത് ഇംപ്ലിമെന്റേഷൻ ലെവൽ, പ്രാക്ടിക്കൽ ലെവലിൽ അത് അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയത് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. അപ്പോൾ ഫസ്റ്റ് എവിടെയാണ് ഫീമെയിൽ റൈറ്റ്സ് അല്ലെ ഫീമെയിൽ സഫ്രേജ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്? അത് ന്യൂസിലൻഡിലാണ് 1893. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ അമേരിക്കയിൽ എപ്പോഴാണ് അത് പിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്?
അത് 1920-ലാണ്. അമേരിക്കൻ സ്ത്രീകൾക്ക്, അമേരിക്കൻ വിമൺ എപ്പോഴാണ് വോട്ടിംഗ് റൈറ്റ്സ് കിട്ടുന്നത്? 1920-ലാണ്. അത് 90th അമെൻമെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, 90th അമെൻമെന്റ് യു എസ് കോൺസ്റ്റിറ്റ്യൂഷനിലൂടെയാണ് എന്ത് അവർക്ക് വോട്ടിംഗ് റൈറ്റ്സ് കിട്ടുന്നത്. അതോടൊപ്പം തന്നെ എക്സ്റ്റെൻഡ് ടു വിമൺ ഇൻ യുകെയിൽ പോളിസി ലെവലിൽ 1980-ൽ കൊടുക്കുന്നുണ്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് പ്രാക്ടിക്കൽ ലെവലിൽ ഒരു ഡിക്കേഡ് കഴിഞ്ഞിട്ടാണ് എന്ത് പ്രാക്ടിക്കൽ ലെവലിൽ അതിന്റെ ഇംപ്ലിമെന്റേഷൻ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇതൊക്കെയാണ് ഫസ്റ്റ് വേവ് ഓഫ് ഫെമിനിസം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതായത് പൊളിറ്റിക്കൽ റൈറ്റ്സ്, മെയിൻലി ഫസ്റ്റ് വേവ് ഓഫ് ഫെമിനിസം പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ റൈറ്റ്സിനാണ്, സ്ത്രീകളുടെ പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ റൈറ്റ്സിനാണ് ഇമ്പോർട്ടൻസ് ഫോക്കസ് കൊടുക്കുന്നത്. അതിനുവേണ്ടിയാണ് മെയിനായിട്ട് ഇവിടെ മൂവ്മെന്റ്സും ക്യാമ്പയിൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നുള്ളതാണ്. അതാണ് ഫസ്റ്റ് വേവ് ഓഫ് ഫെമിനിസം. പിന്നെ എൻ്റെ വിധി ന്യൂസിലൻഡിൽ ഫസ്റ്റ് പിന്നെ എന്താണ് സഫറേജ് ലഭിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ യു കെയിലും യു എസ് എല്ലാം സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു ഫീമെയിൽ സഫറേജ്, ഫീമെയിൽ വോട്ടിംഗ് റൈറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ സെക്കൻഡ് വേവ് ഓഫ് ഫെമിനിസം. അപ്പോൾ എന്താണ് സെക്കൻഡ് വേവ് ഓഫ് ഫെമിനിസം? ഇറ്റ് വാസ് നോട്ട് അൺടിൽ 1960s that the women's movement was regenerated with the emergence of feminism. സെക്കൻഡ് വേവ്. അപ്പോൾ 1960s-ലാണ് എന്ത് സെക്കൻഡ് വേവ് സംഭവിക്കുന്നത്, റീ എമർജൻസ് ഓഫ് ഫെമിനിസം ആണ്. അപ്പം 80s അല്ലെ 8050s അല്ലെ 90s സെഞ്ചുറിയിൽ എന്താണ് മിഡ് 90th സെഞ്ചുറി അല്ലെങ്കിൽ ഇനീഷ്യൽ ഫസ്റ്റ് പിന്നെ 20th സെഞ്ചുറിയിൽ, ഏർലി 20th സെഞ്ചുറിയിൽ എന്താണ് ഫസ്റ്റ് വേവ് സംഭവിക്കുന്നു. സെക്കൻഡ് വേവ് എപ്പോഴാണ് സംഭവിക്കുന്നത്? 1960s-ലാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യം. അത് റീ എമർജൻസ് ആണ്, ഫെമിനിസത്തിന്റെ റീ എമർജൻസ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പം ഇവിടെ പിന്നെ പബ്ലിക്കേഷൻ ഓഫ് 1963 ഓഫ് ബെറ്റി ഫ്രൈഡ്മാന്റെ ഫെമിനൈൻ മിസ്റ്റിക് എന്ന് പറയുന്ന പുസ്തകം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബെറ്റി ഫ്രൈഡ്മാന്റെ ഫെമിനൈൻ മിസ്റ്റിക് എന്ന് പറയുന്ന പുസ്തകത്തിലൂടെയാണ് എന്ത് ഈ ഒരു സെക്കൻഡ് വേവ് ഓഫ് ഫെമിനിസം അല്ലെ സെക്കൻഡ് വേവ് ഓഫ് ഫെമിനിസം എന്താണോ മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ള ഒരു ക്ലാരിറ്റി കിട്ടുന്നത്. അതോടൊപ്പം തന്നെ ഈ ബെറ്റി ഫ്രൈഡ്മാന്റെ ഫെമിനിൻ മിസ്റ്റിക് എന്ന് പറയുന്ന പുസ്തകത്തിലാണ് എന്ത് സെക്കൻഡ് വേവ് ഓഫ് ഫെമിനിസം എന്താണ് മെയിനായിട്ട് പറയുന്നത് ഈ ഒരു പുസ്തകത്തിലാണ്. അതിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്താണോ സെക്കൻഡ് വേവ് ഓഫ് ഫെമിനിസം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ, കാര്യങ്ങൾ, ഐഡിയാസ്, തീംസ്, കാര്യങ്ങളൊക്കെ ബെറ്റി ഫ്രൈഡ്മാന്റെ ഫെമിനിൻ മിസ്റ്റിക് എന്ന് പറയുന്ന പുസ്തകത്തിലാണ് ഫസ്റ്റ് പറയുന്നത് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യം. ഡിസ്ക്രൈബ് ചെയ്യുന്ന ഈ ഒരു പുസ്തകത്തിലാണ് ഫസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഫ്രണ്ട്സ് സെറ്റ് ഔട്ട് ടു എക്സ്പ്ലോർ വാട്ട് ഷീ കോൾ ദ പ്രോബ്ലം വിത്ത് നോ നെയിം. ഷീ ഡിസ്ക്രൈബ് ദ പ്രോബ്ലം ഓഫ് വിമൺ, അല്ലെങ്കിൽ പിന്നെ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന അല്ലെങ്കിൽ നേരിടുന്ന പ്രശ്നങ്ങളെ എന്താണ് അദ്ദേഹം പിന്നെ ബെറ്റി ഫ്രൈഡ്മാൻ ഡിസ്ക്രൈബ് ചെയ്തത്? The problem with no name, the frustration and unhappiness of many women experience as a result of being confined to the roles of housewife and mother എന്നുള്ളതാണ്. അപ്പം ഇവിടെ ഒരു പ്രൈവറ്റ് സ്പിയറിലാണ് ഫസ്റ്റ് വേവ് ഓഫ് ഫെമിനിസം എന്താണ് പബ്ലിക് സ്പിയറിലെ കാര്യങ്ങളാണ് അഡ്രസ് ചെയ്തത്. പൊളിറ്റിക്കൽ ലീഗൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ പബ്ലിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ എന്താണ് പ്രൈവറ്റ് സ്പിയറിൽ നടക്കുന്ന കാര്യങ്ങൾ. അതായത് പ്രൈവറ്റ് സ്പിയറിൽ ആസ് എ ഹൗസ് വൈഫ് അല്ലെങ്കിൽ ആസ് എ വൈഫ് അല്ലെങ്കിൽ ആസ് എ മദർ എന്തൊക്കെയാണ് പ്രൈവറ്റ് സ്പിയറിൽ എന്തൊക്കെയാണ് സ്ത്രീകൾ അനുഭവിക്കുന്നത്, അതാണ് മെയിനായിട്ട് ഇവിടെ അഡ്രസ്സ് ചെയ്യുന്നത്. സെക്കൻഡ് വേവ് ഓഫ് ഫെമിനിസം അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നത് പ്രൈവറ്റ് സ്പിയറിൽ നടക്കുന്ന എക്സ്പ്ലോയിറ്റേഷൻ, ഒപ്രഷൻ, സപ്രഷൻ, പിന്നെ ഡിസ്ക്രിമിനേഷൻ, ഇതൊക്കെയാണ് സെക്കൻഡ് വേവ് ഓഫ് ഫെമിനിസം അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പിന്നെ സെക്കൻഡ് വേവ് ഓഫ് ഫെമിനിസം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ അല്ലെങ്കിൽ ഐഡിയാസ്, തീംസ് ഒക്കെ ഫസ്റ്റ് പിന്നെ പ്രത്യക്ഷപ്പെട്ട ആറ് പുസ്തകത്തിലാണ്. ബെറ്റി ഫ്രൈഡ്മാന്റെ ഫെമിനിൻ മിസ്റ്റിക് എന്ന് പറയുന്ന 1963 പുസ്തകത്തിലാണ്, 1963 പബ്ലിഷ് ചെയ്ത പുസ്തകത്തിലാണ് ഫസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യപ്പെടുന്നത്. സെക്കൻഡ് വേവ് ഫെമിനിസം അക്നോളജ് ദാറ്റ് ദി അച്ചീവ്മെന്റ് ഓഫ് പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ റൈറ്റ്സ് ഹാഡ് നോട്ട് സോൾവ് ദി വിമൻസ് ക്വസ്റ്റ്യൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഫസ്റ്റ് വേവ് ഓഫ് ഫെമിനിസം പറഞ്ഞ എന്താണ് പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ റൈറ്റ്സ് കിട്ടിയാൽ ബാക്കിയെല്ലാം ശരിയായി എന്നുള്ളതാണ്. അപ്പം പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ റൈറ്റ്സ് കിട്ടുന്നതോടെ എന്താണ് മറ്റു എല്ലാ തരത്തിലുള്ള ഒപ്രഷനും അതോടൊപ്പം ഡിസ്ക്രിമിനേഷനും എക്സ്പ്ലോയിറ്റേഷനും എല്ലാം എന്താണ് ഡിസ്പെയർ ആകും, എലിമിനേറ്റ് ആകും എന്നുള്ളതാണ് ഫസ്റ്റ് വേവ് ഓഫ് ഫെമിനിസം മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ സെക്കൻഡ് വേവ് ഓഫ് ഫെമിനിസം പറയുന്നു പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ റൈറ്റ്സ് കൊണ്ട് മാത്രമായില്ല എന്നുള്ളതാണ്. പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ റൈറ്റ്സ് കൊണ്ട് മാത്രമായില്ല, ഹാഡ് നോട്ട് സോൾവ് ദ വിമൻസ് ക്വസ്റ്റ്യൻ. അപ്പോൾ പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ റൈറ്റ്സിനെ കൊണ്ട് മാത്രം എന്താണ് വിമൻസിന്റെ ക്വസ്റ്റ്യൻ, അതായത് സ്ത്രീകളുടെ എക്സ്പ്ലോയിറ്റേഷൻ അല്ലെ വിമൻസ് ക്വസ്റ്റ്യൻ അഡ്രസ്സ് ചെയ്യപ്പെട്ടില്ല എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ ഫെമിനിസ്റ്റ് ഐഡിയാസ് ആർഗ്യുമെന്റ്സ് ബിക്കേം ഇൻക്രീസിംഗ് റാഡിക്കൽ അറ്റ് ടൈംസ് റെവല്യൂഷണറി ആയി മാറി എന്നുള്ളതാണ്. റാഡിക്കൽ എന്ന് പറഞ്ഞാൽ മൊത്തം സിസ്റ്റം മാറ്റുക എന്നുള്ളതാണ്. മൊത്തം സിസ്റ്റം മാറ്റിയാൽ എന്താണ് അത് മിയർ പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ റൈറ്റ്സ് കൊണ്ട് മാത്രം കാര്യമില്ല, അത് സോഷ്യൽ സ്പിയറിലും എക്കണോമിക് സ്പിയറിലും എല്ലായിടത്തും എന്താണ് ഈ ഒരു വിമൻസിന് ഇമ്പോർട്ടൻസ് കിട്ടണം, വിമൻസിന് അതായത് സ്ത്രീകൾക്ക് സ്പേസ് കിട്ടണം, എങ്കിൽ മാത്രം എന്താണ് റാഡിക്കൽ ആയിട്ടുള്ള മാറ്റമാണ് വേണ്ടത് എന്നുള്ളതാണ് ഇവിടെ പറയുന്ന ഒരു മിയർ പൊളിറ്റിക്കൽ ചേഞ്ച് അല്ല പൊളിറ്റിക്കൽ സ്പിയറിൽ മാത്രം ചേഞ്ച്
വന്നിട്ട് കാര്യമില്ല, മറിച്ച് എന്താണ് എല്ലാ തരത്തിലുള്ള സ്ഫിയറിലും എന്താണ് എല്ലാ തരത്തിലുള്ള മേഖലയിലും എന്താണ് ചേഞ്ചസ് വരണം എന്നുള്ളതാണ്. പിന്നെ ബുക്സ് such as Kate Millet's Sexual Politics and German Greece, the female urge pushed back the borders of what had previously been considered to be political by focusing attention upon the personal, psychological and sexual aspects of women, female oppression. ഓൾറെഡി പറഞ്ഞു. ഇവിടെ കുറച്ചുകൂടി എന്താണ് പേഴ്സണൽ സ്ഫിയറിൽ സംഭവിക്കുന്ന എക്സ്പ്ലോയിറ്റേഷൻ, അല്ലെങ്കിൽ പേഴ്സണൽ സ്ഫിയറിൽ സംഭവിക്കുന്ന ഡിസ്ക്രിമിനേഷൻ, അവിടെ സംഭവിക്കുന്ന എന്താണ് കാര്യങ്ങളാണ്, പ്രോബ്ലംസ്, ഇഷ്യൂസ് ഒക്കെയാണ് അഡ്രസ് ചെയ്യാൻ ശ്രമിച്ചത്. അത് കെയ്റ്റ് മില്ലറ്റിൻ്റെ സെക്ഷൽ പൊളിറ്റിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുസ്തകമാണ് കേട്ടോ. കെയ്റ്റ് മില്ലറ്റിൻ്റെ സെക്ഷൽ പൊളിറ്റിക്സ്, അതോടൊപ്പം തന്നെ ജർമൻ ഗ്രീൻ്റെ ദ ഫീമെയിൽ ഔൺസ്, ഇതൊക്കെയാണ് മെയിനായിട്ട് അഡ്രസ് ചെയ്യാൻ. പേഴ്സണൽ ലെവലിൽ സംഭവിക്കുന്നത്, പേഴ്സണൽ സ്പിയറിൽ, അത് പ്രൈവറ്റ് സ്പിയറിൽ സംഭവിക്കുന്നത്, നമ്മുടെ വീടുകളിൽ സംഭവിക്കുന്ന, നമ്മുടെ വീടുകളിൽ നിന്നാണ് ഫസ്റ്റ് നവോത്ഥാനം സംഭവിക്കേണ്ടത്. റിഫോർമേഷൻ സംഭവിക്കുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ വീടുകളിൽ നിന്നാണ്. അല്ലെങ്കിൽ അല്ലാതെ പാർലമെന്റിൽ നിന്നോ അല്ലെങ്കിൽ എന്താ സെക്രട്ടേറിയറ്റിൽ നിന്നോ അല്ല, മറിച്ച് എവിടെ നിന്നാണ്? നിയമസഭയിൽ നിന്നോ അല്ല, മറിച്ച് നമ്മുടെ വീടുകളിൽ നിന്നാണ് ഫസ്റ്റ് നവോത്ഥാനം അല്ല റിഫോർമേഷൻ സംഭവിക്കേണ്ടത് എന്നുള്ള മാറ്റങ്ങൾ സംഭവിക്കേണ്ടത്. അതാണ് മെയിനായിട്ട് പറയുന്നത്. പിന്നെ പൊളിറ്റിക്കൽ റിഫോംസ്, പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ റിഫോംസിന് കൊണ്ട് മാത്രം സംഭവിക്കില്ല, മറിച്ച് എന്താണ് എല്ലാ സ്പിയറിലും, എസ്പെഷ്യലി സോഷ്യൽ സ്പിയറിലും എക്കണോമിക് സ്പിയറിലും എല്ലാ മാറ്റങ്ങൾ വരണം, റെവല്യൂഷണറി ആയിട്ടുള്ള റാഡിക്കൽ ആയിട്ടുള്ള മാറ്റങ്ങൾ വരണം. പേഴ്സണലൈസ് പൊളിറ്റിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരോൾ ഹാനിഷിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ആണെന്ത്? പേഴ്സണൽ ഈസ് പൊളിറ്റിക്കൽ എന്ന് പറയുന്നത്. അതായത് കെയ്റ്റ് മില്ലറ്റ് ഒക്കെ പറയുന്ന ഒരു ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് പാർട്ടിയാർക്കിക്കലാണ്, അതായത് മെയിൽ ഡോമിനേറ്റഡ് ആണ്. അപ്പോൾ അങ്ങനെ സ്വാഭാവികമായിട്ട് എന്താണ് മെയിൽ ഡോമിനേറ്റഡ് ആകുമ്പോൾ എന്താണ് പിന്നെ സ്ത്രീകൾക്ക് പ്രതിനിധ റെപ്രസെന്റേഷൻ ഇല്ല, അപ്പോൾ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല. അങ്ങനെ വരുമ്പോൾ എന്താണ് പോളിസീസും കാര്യങ്ങളൊക്കെ മെയിൽ പെർസ്പെക്റ്റീവ് അല്ല മെയിൽ ഓറിയന്റേഷൻ, ആ മെയിൽ പെർസ്പെക്റ്റീവിലാണെന്ത് പിന്നെ പോളിസീസ് കാര്യങ്ങളൊക്കെ വരിക. അത് സ്ത്രീകൾക്ക് പേഴ്സണൽ ലെവലിൽ, പേഴ്സണൽ സ്പിയറിൽ എന്താണ് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരാം, പേഴ്സണൽ ലീവ്സ് അഫക്റ്റ് ചെയ്യാം. ഗവൺമെന്റ് പോളിസീസ് ഒക്കെ എന്താണ് നമ്മുടെ പേഴ്സണൽ ലീവ്സ്, അതായത് നമ്മുടെ പ്രൈവറ്റ് മാറ്റേഴ്സിനെ അഫക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് പല കാര്യങ്ങളും. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ് പേഴ്സണൽ ഈസ് പൊളിറ്റിക്കൽ എന്നുള്ളത്. അപ്പോൾ ഈ സ്പിയർ പേഴ്സണൽ ആൻഡ് പൊളിറ്റിക്കൽ സ്പിയർ തമ്മിൽ ഡിഫറൻസ് ഒന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് വേവ് ഇത് അഡ്രസ്സ് ചെയ്യപ്പെട്ടില്ല, ഫസ്റ്റ് വേവ് പൊളിറ്റിക്കൽ മാത്രമാണ്, പൊളിറ്റിക്കൽ സ്പിയർ അല്ലെ പൊളിറ്റിക്കൽ ആസ്പെക്റ്റിൽ മാത്രമാണ് ഫസ്റ്റ് വേവ് ഓഫ് ഫെമിനിസം പറയുന്നത്. പക്ഷേ സെക്കൻഡ് വേവ് ഓഫ് ഫെമിനിസം പറയുന്നു പേഴ്സണൽ സ്പിയറും പൊളിറ്റിക്കൽ സ്പിയറും തമ്മിൽ എന്താണ് വലിയ ഡിഫറൻസ് ഇല്ല. പൊളിറ്റിക്കൽ സ്പിയറിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ, പൊളിറ്റിക്കൽ സ്പിയറിൽ പിന്നെ സംഭവിക്കുന്ന കാര്യങ്ങളിൽ വരുന്ന പോളിസീസ് കാര്യങ്ങളൊക്കെ എന്താണ് നമ്മുടെ പേഴ്സണൽ ലൈഫിനെ അഫക്റ്റ് ചെയ്യാം. അപ്പോൾ പേഴ്സണൽ ഈസ് പൊളിറ്റിക്കൽ, ആ ഒരു ആസ്പെക്റ്റ് ആണ് പറയുന്നത്. അതായത് പാട്രിയാർക്കൽ ഗവൺമെന്റ് എന്ന് പറയുന്നത്, പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ് ഒരു പാട്രിയാർക്കൽ സിസ്റ്റമാണ്. അപ്പം മെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റത്തിൽ മെയിൽ പെർസ്പെക്റ്റീവിലായിരിക്കും, അല്ല മെയിൽ അല്ല പുരുഷന്മാർക്ക് അഡ്വാൻറ്റേജ് ആയിട്ടുള്ള രീതിയിലായിരിക്കും പോളിസി മേക്കിങ്ങും പോളിസി ഫ്രെയിംവർക്ക് ഒക്കെ വരിക. അപ്പം അത് സ്ത്രീകളെ നെഗറ്റീവായിട്ടായിരിക്കും ബാധിക്കുക, പോസിറ്റീവായിട്ട് ബാധിക്കാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സണൽ ഈസ് പൊളിറ്റിക്കൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ there is no difference between personal and political. There is an interconnection or connection between personal and political എന്നുള്ളതാണ്. അപ്പോൾ പൊളിറ്റിക്കൽ സ്പിയർ സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ പേഴ്സണൽ ലൈഫിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഇതാണ് സെക്കൻഡ് വേവ് ഓഫ് ഫെമിനിസം ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. തേർഡ് വേവ് ഓഫ് ഫെമിനിസം. തേർഡ് വേവ് ഓഫ് ഫെമിനിസം ആണ്. എന്താണ് തേർഡ് വേവ് ഓഫ് ഫെമിനിസം? തേർഡ് വേവ് ഓഫ് ഫെമിനിസം ഓൾസോ ബിക്കേം മോർ കോൺഷ്യസ് ഓഫ് റേസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റേസിനും ഇമ്പോർട്ടൻസ് കൊടുത്തു. അതായത് ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ഇന്റർസെക്ഷനാലിറ്റി. ഇന്റർസെക്ഷനാലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടേമാണ് കേട്ടോ. കിംബർലെ ക്രൻഷോ എന്ന് പറയുന്ന ജനറൽ ആൻഡ് ക്രിട്ടിക്കൽ റേസ് സ്കോളർ ആണെന്ത് ഈ ഒരു ടേം കോയിൻ ചെയ്തത്. അതായത് ഇറ്റ് റെഫേഴ്സ് ടു ഹൗ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഓപ്പറേഷൻ. അപ്പം സ്ത്രീകൾ എന്ന രീതിയിൽ മാത്രം അനുഭവിക്കുന്ന ഓപ്പറേഷൻ അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റേഷൻ അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ മാത്രമല്ല ഇവിടെ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്, മറിച്ച് എന്താണ് റേഷ്യൽ, സ്ത്രീകളോടൊപ്പം സ്ത്രീ എന്ന് പറയുന്ന ഒരു ജെൻഡർ ഐഡന്റിറ്റി. അപ്പോൾ ജെൻഡർ ഐഡന്റിറ്റി, ആ ജെൻഡർ ഐഡന്റിറ്റിയോടൊപ്പം റേഷ്യൽ ഐഡന്റിറ്റി, നമ്മുടെ റേഷ്യൽ ഐഡന്റിറ്റി എങ്ങനെയാണ് ഈ ഒരു പിന്നെ നമ്മുടെ ലൈഫിനെ ഹെല്ലിഷ് ആക്കുന്നത്. അപ്പം ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് മൾട്ടിപ്പിൾ കൈൻഡ്സ് ഓഫ് ഓപ്പറേഷൻ. അപ്പം നമ്മൾ സ്ത്രീകൾ എന്ന രീതിയിൽ മാത്രം അല്ല എന്താണ് ഓപ്പറേഷൻ അനുഭവിക്കുന്നത്, മറിച്ച് എന്താണ് ബ്ലാക്ക് വിമൺ എന്ന രീതിയിലും എന്താണ് നമ്മൾ ഓപ്പറേഷൻ അനുഭവിക്കുന്നുണ്ട്. അപ്പം ബ്ലാക്ക് വിമൺ അനുഭവിക്കുന്ന ഓപ്പറേഷനും വൈറ്റ് വിമൺ അനുഭവിക്കുന്ന ഓപ്പറേഷനും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും. അപ്പം ബ്ലാക്ക് വിമൺ എന്താണ്? ബ്ലാക്ക് വിമൺ എന്ന് പറയുമ്പോൾ പിന്നെ കുറച്ച് റേഷ്യൽ മൈനോറിറ്റീസ് ആണ്. അപ്പോൾ ഓപ്പറേഷൻ ഡിസ്ക്രിമിനേഷൻ ഹിസ്റ്റോറിക്കലി ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യുന്ന ഒരു കാറ്റഗറിയാണ്, അതായത് ഒരു പോപ്പുലേഷൻ ആണ്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ് it is making these two kinds of identity, these two identities are making the
ലൈഫ് മോർ ഡിഫിക്കൽട്ട്. അപ്പം സ്ത്രീകൾ എന്ന രീതി മാത്രമല്ല ഇവർ ഡിസ്ക്രിമിനേഷൻ സ്ത്രീകൾ അനുഭവിക്കുന്നത്, മറിച്ച് എന്താണ് അവരുടെ ജെൻഡർ ഐഡന്റിറ്റി എന്താണ് ആ ഡിസ്ക്രിമിനേഷനിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഡിസ്ക്രിമിനേഷൻ കുറച്ചുകൂടെ എന്താണ് ഡിഫിക്കൽട്ട് ആക്കുന്നുണ്ട്, കുറച്ചുകൂടെ വേഴ്സ് ആക്കുന്നുണ്ട്, കുറച്ചുകൂടെ സിവിയർ ആക്കുന്നുണ്ട്. അതാണ് ഇന്റർസെക്ഷനാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹൗ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഒപ്രഷൻ ലൈക്ക് ദോസ് ബേസ്ഡ് ഓൺ ജെൻഡർ ആൻഡ് റേസ്. അപ്പം സ്ത്രീകൾ എന്ന രീതി മാത്രമല്ല ഡിസ്ക്രിമിനേഷൻ അനുഭവിക്കുന്നത്, മറിച്ച് എന്താണ് അവരുടെ റേഷ്യൽ ഐഡന്റിറ്റിയും ആ ഒരു ഡിസ്ക്രിമിനേഷനെ എൻഹാൻസ് ചെയ്യുന്നു അല്ലെങ്കിൽ വേഴ്സ് ആക്കുന്നു, സിവിയർ ആക്കുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതാണ് ഇന്റർസെക്ഷനാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദീസ് ഇന്റർസെക്ട് ഓർ ഇന്റർകണക്ട് വിത്ത് ഈച്ച് അതർ എന്നുള്ളതാണ്. ദീസ് ടു ഐഡന്റിറ്റീസ് ജെൻഡർ ആൻഡ് റേസ് ഐഡന്റിറ്റി. അപ്പം തേർഡ് വേവ് വരുമ്പോൾ എന്താണ് ഇവിടെ റേസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അതായത് റേഷ്യൽ മൈനോറിറ്റീസ് വരുന്ന സ്ത്രീകൾ, അതായത് ബ്ലാക്ക് വിമൻ, ഫോർ എക്സാമ്പിൾ ബ്ലാക്ക് വിമൻ ഫേസ് ചെയ്യുന്ന ഡിസ്ക്രിമിനേഷൻ അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. വൈറ്റ് വിമൻ ഫേസ് ചെയ്യുന്ന ഡിസ്ക്രിമിനേഷൻ വെച്ച് നോക്കുമ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അതാണ് തേർഡ് വേവ് ഓഫ് ഫെമിനിസം അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ മെയിൻ സ്ട്രീം ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വേവ് ഓഫ് ഫെമിനിസം ഒന്നും ഇഗ്നോർ ഓർ നെഗ്ലക്റ്റ് റേഷ്യൽ ഡിസ്പാരിറ്റീസ്, റേഷ്യൽ മൈനോറിറ്റീസിനെ കുറിച്ചൊന്നുമല്ല പറയുന്നവരെന്താണ് കുറച്ചുകൂടെ എന്താണ് ജനറൽ ആയിട്ടാണ് ഫസ്റ്റ് വേവും സെക്കൻഡ് വേവും ജനറൽ ആയിട്ടാണ് പറയുന്നത്. അപ്പം തേർഡ് വേവ് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് എന്താണ് റേഷ്യൽ മൈനോറിറ്റീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. റേഷ്യൽ വിമൻ, ബ്ലാക്ക് വിമൻ ഫേസ് ചെയ്യുന്ന ഡിസ്ക്രിമിനേഷനെ കുറിച്ചാണ് മെയിനായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അത് ബ്ലാക്ക് വിമൻ മാത്രമല്ല, നമുക്ക് ഇന്ത്യൻ കോണ്ടെസ്റ്റ് അത് കാസ്റ്റ് റിലേറ്റഡ് ആയിട്ട് വരാം. ഇന്ത്യൻ കോണ്ടെസ്റ്റിൽ എന്താണ് കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ആസ്പെക്റ്റ് നമുക്ക് തേർഡ് വേവ് ഫെമിനിസത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഫ്രേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഫ്രേസ് തേർഡ് വേവ് ഫെമിനിസം വാസ് ആരാണ് കോയിൻ ചെയ്യുന്നത് 1992 ആരാണ് കോയിൻ ചെയ്യുന്നത്? റെബേക്ക വാക്കർ. ഇതാണ് റെബേക്ക വാക്കർ കേട്ടോ. ഇതാണ് റെബേക്ക വാക്കർ എന്ന് പറയുന്ന ബ്ലാക്ക് ബൈസെക്ഷൽ വിമൻ ആണ് ഇത് കോയിൻ ചെയ്യുന്നത്. അന്ന് ഈ പുള്ളിക്കാരിക്ക് 23 വയസ്സായിരുന്നു എന്നുള്ളതാണ്. ആ ഒരു സമയത്താണ് ഈ ഒരു ടേം തേർഡ് വേവ് ഫെമിനിസം പിന്നെ കോയിൻ ചെയ്യുന്നത്. ആൻഡ് സിൻസ് പബ്ലിഷിംഗ് എ 1992 ആർട്ടിക്കിൾ ഓൺ ഫെമിനിസം ഇൻ മിസ് എന്ന് പറയുന്നത് USA ഒരു ഫെമിനിസ്റ്റ് മാഗസീനാണ്. മാഗസീനിൽ ബിക്കമിങ് ദ തേർഡ് വേവ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ അദ്ദേഹം പറയുന്നുണ്ട്. ഐ ആം ദ തേർഡ് വേവ് എന്ന് പറയുന്നുണ്ട്. അപ്പം റെബേക്ക വാക്കർ ആണ് തേർഡ് വേവ് ഫെമിനിസം എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്യുന്നത് 1992. അപ്പം ബ്ലാക്ക് ബൈസെക്ഷൽ വിമൺ ആണ് എന്നുള്ളതാണ്. ഇതാണ് റെബേക്ക വാക്കർ. പിന്നെ വരുന്ന ഇമ്പോർട്ടൻറ്റ് കൾച്ചറൽ ടച്ച് സ്റ്റോൺസ് ഇൻക്ലൂഡ് ഇപ്പം തേർഡ് വേവ് ഫെമിനിസം വരുമ്പോൾ ഒരുപാട് പിന്നെ കൾച്ചറൽ ആയിട്ടുള്ള കാര്യം, അതായത് മ്യൂസിക് ബാൻഡ് അവരുടെ ഇൻവോൾവ്മെന്റ്, അതോടൊപ്പം തന്നെ പിന്നെ റോക്ക് ബാൻഡിന്റെ ഇൻവോൾവ്മെന്റ്, കൾച്ചറൽ ഇൻവോൾവ്മെന്റ്, ഒരുപാട് കൾച്ചറൽ ഗ്രൂപ്പ്സിന്റെ അതായത് ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരുടെ ഇൻവോൾവ്മെന്റ് ഒക്കെ വരുന്നുണ്ട്. ഇത് പിന്നെ വജൈന മോണോലോഗ്സ് എന്ന് പറയുന്നത് ഒരു പ്ലേ ആയിരുന്നു. അത് പിന്നെ ബുക്ക് ഫോർമാറ്റിലാക്കി എന്നുള്ളതാണ്. ബുക്ക് ഫോർമാറ്റിലാക്കി വജൈന മോണോലോഗ്സ് എന്ന് പറയുന്ന പുസ്തകം ബേസിക്കലി ടോക്കിംഗ് അബൌട്ട് ദ ഇഷ്യൂസ് ഫേസ് ബൈ വിമൻ, പേഴ്സണൽ സ്ഫിയറിലും അതോടൊപ്പം തന്നെ പബ്ലിക് സ്ഫിയറിലും സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ ഈ റോക്ക് റൈഡ് ഗേൾസ്, അതൊരു ബാൻഡാണ്, മ്യൂസിക് ബാൻഡാണ്, റോക്ക് മ്യൂസിക് ബാൻഡാണ്. അപ്പം അവരും അതോടൊപ്പം തന്നെ ഗെറില്ല ഗേൾസ് എന്ന് പറഞ്ഞാൽ അതൊരു ആർട്ടിസ്റ്റിക് ഗ്രൂപ്പാണ്, ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരുടെ ഗ്രൂപ്പാണ്, ഗ്രൂപ്പ് ഓഫ് ഫീമെയിൽ ആർട്ടിസ്റ്റ് ഗ്രൂപ്പാണ് പിന്നെ ഗെറില്ല ഗേൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരൊക്കെ എന്താണ് ഇവരുടെ വർക്ക്സിലൂടെ, കൾച്ചറൽ ഇൻവോൾവ്മെന്റിലൂടെ എന്താണ് പിന്നെ മ്യൂസിക്കിലൂടെ, അതായത് ഡ്രാമയിലൂടെ ഒക്കെ എന്താണ് ബുക്സിലൂടെ, ഡ്രാമയിലൂടെ, ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഇൻവോൾവ്മെന്റിലൂടെ എന്താണ് സ്ത്രീകളുടെ ഇഷ്യൂസ് ഒക്കെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചു എന്നാണ്. തേർഡ് വേവിൽ സ്ത്രീകളുടെ ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഗെറില്ല ഗേൾസ്, എ ഗ്രൂപ്പ് ഓഫ് വിമൻ ആർട്ടിസ്റ്റ് ഹു ഡോണ്ട് ഗെറില്ല മാസ്ക് ഇൻ എൻ എഫേർട്ട് ടു എക്സ്പോസ് ഫീമെയിൽ സ്റ്റീരിയോടൈപ്സ് ആൻഡ് ഫൈറ്റ് ഡിസ്ക്രിമിനേഷൻ അഗൈൻസ്റ്റ് ഫീമെയിൽ ആർട്ടിസ്റ്റ്. അപ്പോൾ ഫീമെയിൽ ആർട്ടിസ്റ്റ് കലാകാരികളും സ്ത്രീകളായിട്ടുള്ള കലാകാരികൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് ഒക്കെ അഡ്രസ്സ് ചെയ്യാനാണ് ഗെറില്ല ഗേൾസ് എന്ന് പറയുന്ന ഈ പിന്നെ ബാൻഡ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ശ്രമിച്ചത്. അതോടൊപ്പം തന്നെ റയോട്ട് ഗേൾ മൂവ്മെന്റ് ബിഗാൻ ഇൻ ഏർലി 1990s when a group of women in Olympia, Washington, USA ലാണ് സംഭവിക്കുന്നത്, held a meeting to discuss how to address sexism in the punk scene. അതായത് മ്യൂസിക് ബാൻഡിൽ, അത് റോക്ക് മ്യൂസിക് ബാൻഡിൽ എന്താണ് ആ ഒരു സ്പേസിൽ ഇഷ്യൂസ്, സ്ത്രീകൾ അനുഭവിക്കുന്ന ഇഷ്യൂസ്, ഡിസ്ക്രിമിനേഷൻ ഒക്കെ അഡ്രസ്സ് ചെയ്യാനാണ്
റൈറ്റ് ഗേൾ മൂവ്മെന്റ് ശ്രമിച്ചത്. അതോടൊപ്പം തന്നെ ഗെറില്ല ഗേൾസും അതേ ഫീമെയിൽ ആർട്ടിസ്റ്റ് ഫേസ് ചെയ്ത ഇഷ്യൂസ് അഡ്രസ് ചെയ്യാനാണ് ശ്രമിച്ചത്. അപ്പം ഒരു കൾച്ചറൽ, ഒരു മൾട്ടി ഡയമെൻഷണൽ ഇൻവോൾവ്മെന്റ് ആണ് ഇവിടെ വരുന്നത്. പൊളിറ്റിക്കൽ സ്പിയർ, പൊളിറ്റിക്കൽ, സോഷ്യൽ, എക്കണോമിക് മാത്രമല്ല ആർട്ടിസ്റ്റിക് സ്പേസിൽ എന്താണ് സ്ത്രീകൾ അനുഭവിക്കുന്നത്, ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫിലിമിൽ, അത് മ്യൂസിക്കിൽ, അവിടെയൊക്കെ ആ ഒരു ഇൻഡസ്ട്രിയിലൊക്കെ സ്ത്രീകൾ അനുഭവിക്കുന്ന ഇഷ്യൂസ്, ഡിസ്ക്രിമിനേഷൻ ഒക്കെ അഡ്രസ് ചെയ്യാൻ ഈ ഒരു തേർഡ് വേവ് ഫെമിനിസം ശ്രമിച്ചു. അത് മൾട്ടി ഡയമെൻഷണൽ ആണ്. തേർഡ് വേവ് ഫെമിനിസം കുറച്ചുകൂടെ മൾട്ടി ഡയമെൻഷണൽ ആണ് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി വരുന്നത് ഫോർത്ത് വേവ് ഫെമിനിസം ആണ്. എന്താണ് ഫോർത്ത് വേവ് ഫെമിനിസം? ഫോർത്ത് വേവ് ഫെമിനിസം നമുക്ക് കുറച്ചുകൂടെ റിലേറ്റഡ് ആകണം, നമ്മളെ പിന്നെന്താണ് കുറച്ച് റിലേറ്റബിൾ ആയിട്ടുള്ള ഫേസ് ആണ് ഫോർത്ത് വേവ് ഫെമിനിസം. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഫോർത്ത് വേവ് ഫെമിനിസം പറയുന്നത്. Fourth wave feminism began with a focus on sexual harassment, body shaming and rape culture among other issues. Basically Me Too movement. അത് ഇന്റർനെറ്റ് യുഗത്തിൽ എന്താണ് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ വരുന്ന കാര്യങ്ങൾ, സംഭവിക്കുന്ന കാര്യങ്ങളാണ്. മെയിൻലി Me Too മൂവ്മെന്റ് ആണ് ഇവിടെ ഫോർത്ത് വേവ് ഫെമിനിസം പിന്നെ ഫോക്കസ് ചെയ്യുന്നത്. അത് Me Too മൂവ്മെന്റ് ലോഞ്ച് ഇൻ 2006 വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. 2006 Me Too മൂവ്മെന്റ് ലോഞ്ച് ചെയ്യുന്നത്. അത് ആരാണ് പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്? തരാന എംബാർക്ക് എന്ന് പറയുന്ന അമേരിക്കൻ ആക്ടിവിസ്റ്റ് ആണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആക്ടിവിസ്റ്റ് ആണ് ഇത് പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. Me Too മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഫോട്ടോ ആണിത്. ഇതാണ് തരാന ബെർക്ക് കേട്ടോ. അപ്പം ഫോർത്ത് വേവ് ഫെമിനിസത്തിൽ ഇമ്പോർട്ടൻറ്റ് ഫിഗർ ആണ് എന്ത്? തരാന ബെർക്ക് എന്ന് പറയുന്നത്. അപ്പം Me Too, അതായത് ഇന്റർനെറ്റ് യുഗത്തിലെ സോഷ്യൽ മീഡിയയിലൂടെ, ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും അതുവഴി അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയും നടക്കുന്ന ക്യാമ്പയിൻസ് മൂവ്മെന്റ്സ് ആണ് ഫോർത്ത് വേവ് ഓഫ് ഫെമിനിസം വരുന്നത്. Me Too നമുക്കറിയാം, കോൾ ഔട്ട് ചെയ്യപ്പെടുക, അതായത് സെക്ഷൽ ഹറാസ്മെന്റ്, അങ്ങനെ വരുന്ന ഇൻസിഡൻസ്, അങ്ങനെ വരുന്ന കാര്യം, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇൻസിഡൻസ് കാര്യങ്ങളൊക്കെ എന്താണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ കോൾ ഔട്ട് ചെയ്യപ്പെടുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. റെവലേഷൻ നടത്തുക, വെളിപ്പെടുത്തൽ നടത്തുക, അങ്ങനെ നടക്കുന്ന കാര്യങ്ങൾ ആണ് എന്ത് ഫോർത്ത് വേവ് ഓഫ് ഫെമിനിസം വരുന്നത്. Me Too മൂവ്മെന്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ശ്രദ്ധിക്കേണ്ട കാര്യം. Me Too മൂവ്മെന്റ് ആണ് ഇവിടെ വരുന്നത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഫോർത്ത് വേവ് ഫെമിനിസത്തിലെ ഇമ്പോർട്ടൻ്റ് ക്യാമ്പയിൻ എന്ന് പറയുന്നത് ക്യാമ്പയിൻ ഗെയിൻ വൈഡ് സ്പ്രെഡ് അറ്റൻഷൻ ബിഗിനിങ് ഇൻ 2007 ഈ ക്യാമ്പയിനിൽ ഒരു അറ്റൻഷൻ കിട്ടുന്നത്, ഒരു ഗ്ലോബൽ അറ്റൻഷൻ കിട്ടുന്നത്. എന്തുകൊണ്ടാണ് കിട്ടുന്നത്? ആഫ്റ്റർ ഇറ്റ് വാസ് റിവീൽഡ് ദാറ്റ് ഫീമെയിൽ മുഗൾ Harvey Weinstein had 4 years sexually harassed and assaulted women in the industry with impunity. അതായത് ഒരു ഇൻഡസ്ട്രി ടൈക്കോൺ, ഫിലിം ഇൻഡസ്ട്രി ടൈക്കോൺ ആയിട്ടുള്ള അമേരിക്കൻ ഫിലിം ഇൻഡസ്ട്രി വലിയ പ്രൊഡ്യൂസർ ആണെന്ത് ഹാർവേ വെയിൻസ്റ്റീൻ ആയിരുന്നു. ഹാർവേ വെയിൻസ്റ്റീൻ അദ്ദേഹത്തിനെതിരെ സെക്ഷൽ ഹറാസ്മെന്റ് ആരോപണം Me Too ക്യാമ്പയിനിലൂടെ 2017 സംഭവിക്കുന്നു. അപ്പോൾ ഒരു ലോകത്തൊരു ചലനമാണ് സൃഷ്ടിച്ചത്, വലിയൊരു ഇമ്പാക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്തത്. ഇത്രയും വലിയ എന്താണ് നമുക്ക് മലയാള ഭാഷയിൽ പറഞ്ഞാൽ ഒരു വലിയ വമ്പൻ സ്രാവായിട്ടുള്ള അമേരിക്കൻ ഫിലിം ഇൻഡസ്ട്രിയിൽ വലിയ വമ്പൻ സ്രാവായിട്ടുള്ള ടൈക്കൂൺ ആയിട്ടുള്ള ഹാർവേ വെയിൻസ്റ്റീനെതിരെ ഒരു വലിയ സെക്ഷൽ ഹറാസ്മെന്റ് ചാർജ് വരികയാണ് 2017. അതിലൂടെയാണ് ആ ഒരു ഇൻസിഡന്റിലൂടെയാണ് ഇത് ഒരു ഗ്ലോബൽ അറ്റൻഷൻ, ഒരു ഇമ്പോർട്ടൻറ്റ് ഗ്ലോബൽ അറ്റൻഷൻസ് കിട്ടുന്നത് എന്നുള്ളതാണ്. പിന്നെ ഇന്ത്യയിലും ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസിനെതിരെയും ഫിലിം സ്റ്റാർസിനെതിരെയും പ്രൊഡ്യൂസേഴ്സിനെതിരെയും ഇന്ത്യയിൽ സംഭവിച്ചിട്ടുണ്ട്, ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് Me Too ക്യാമ്പയിൻ, Me Too കോൾ ഔട്ട് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. Victims of sexual harassment or assault around the world and of all ethnicity began sharing their experience on social media using #MeToo. Me Too ഹാഷ്ടാഗിലൂടെ എന്താണ് അവരുടെ എക്സ്പീരിയൻസസ് ഒക്കെ എന്താണ് സോഷ്യൽ മീഡിയയിലൂടെ, ഇൻസ്റ്റാഗ്രാമിലൂടെ ആകാം, ഫേസ്ബുക്കിലൂടെ ആകാം, എന്താണ് അവരുടെ എക്സ്പീരിയൻസ്, ഈ ഒരു ബാഡ് എക്സ്പീരിയൻസ് എന്താണ് ഷെയർ ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വലിയ ബിഗ് ഇൻഡസ്ട്രീസിൽ മാത്രമല്ല സംഭവിക്കുന്നത്, യൂണിവേഴ്സിറ്റി സ്പേസിലാണ്, സ്കൂൾ സ്പേസിലാണ്, എല്ലാ സ്ഥലത്തും എന്താണ് എംപ്ലോയ്മെന്റ് സ്പേസിലാണ്, എന്താണ് വർക്ക് സ്പേസിലാണെങ്കിലും എല്ലാ സ്പേസിലും ഇത് നടക്കുന്നുണ്ട്, ഈ ഹറാസ്മെന്റ് നടക്കുന്നുണ്ട്. അപ്പം എല്ലാ സ്പേസിലും നടക്കുന്ന ഹറാസ്മെന്റ് ഇപ്പം കോൾ ഔട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലാണ് PG പഠിച്ചത്. അപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ഒരു പേജ് ഉണ്ട്, ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയത്തില്ല. 2 മാസം മുമ്പ് ഞാൻ നോക്കി, 2 മാസം മുമ്പ് സ്റ്റാർട്ട് ചെയ്ത് 2-3 മാസം മുമ്പ് സ്റ്റാർട്ട് ചെയ്ത പേജാണ്. 2-3 മാസം മുമ്പല്ല, 5-6 മാസം മുമ്പ് സ്റ്റാർട്ട് ചെയ്ത പേജാണ് PU അഗെയിൻസ്റ്റ് സെക്ഷൽ ഹറാസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പേജിലൂടെ എന്താണ് കോൾ ഔട്ട് ചെയ്യപ്പെടുന്നു, അതായത് റെവലേഷൻസ് നടത്തുന്നത്, പിന്നെ എന്താണ് സെക്ഷൽ ഹറാസ്മെന്റ് ചാർജ് അലിഗേഷൻസ്, പിന്നെ അവരുടെ ഇൻസിഡൻസ്, അതായത് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ സ്ത്രീകൾ പിന്നെ റിവീൽ ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ അത്
സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ അല്ലെ സോഷ്യൽ മീഡിയ പേജിലൂടെ ഇതുപോലുള്ള പബ്ലിക് പേജിലൂടെ PU അഗൈൻസ്റ്റ് സെക്ഷൽ ഹറാസ്മെന്റ് പോലുള്ള പബ്ലിക് പേജിലൂടെ അത് ഷെയർ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം ഇതൊക്കെ ഈ ഒരു മീ ടു ക്യാമ്പയിൻ ബിഗ് ഇൻഡസ്ട്രീസിൽ മാത്രം നടക്കുന്ന എല്ലാ സ്പേസിലും നടക്കുന്നുണ്ട്. അത് യൂണിവേഴ്സിറ്റിയിലാകാം, അത് സ്കൂളിലാകാം, വർക്ക് സ്പേസിലാകാം, ബിഗ് ഓർ സ്മോൾ എല്ലാ ഇടത്തും എന്താണ് മീ ടു ക്യാമ്പയിൻ നടക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ വെച്ച് പറഞ്ഞാണ് ഞാൻ എൻ്റെ പിന്നെ ഇതിൽ എക്സാമ്പിൾ വെച്ച് പറഞ്ഞാണ്. അപ്പോൾ ഞാൻ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി പഠിച്ചുകൊണ്ട് ആ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞാണ്. അപ്പോൾ എല്ലാ സ്പേസിലും എന്താണ് ഇത് മീ ടു ക്യാമ്പയിൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യം. അപ്പോൾ ഫോർത്ത് വേവ് ആണ് ലാസ്റ്റ് വേവ് ഓഫ് ഫെമിനിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഫെമിനിസത്തെ കുറിച്ച് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒറിജിനൽ ഡെവലപ്മെന്റിൽ എന്തൊക്കെയാണ് വരുന്നത്, ഫസ്റ്റ് എങ്ങനെയാണ് ഫെമിനിസ്റ്റ് എന്ന് പറയുന്ന ടേം യൂസ് ചെയ്യപ്പെട്ടത്, പിന്നെ എപ്പോഴാണ് ഫെമിനിസം എന്ന് പറയുന്ന ടേം പോപ്പുലറായി മാറുന്നത്, പിന്നെ ഇമ്പോർട്ടൻറ്റ് തിങ്കേഴ്സ് അവരുടെ പുസ്തകം, പിന്നെ 4 വേവ്സ്. ഫസ്റ്റ് വേവിൽ എന്താണ് ഫോക്കസ് ചെയ്യുന്നത്, പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ റൈറ്റ്സ് ആണ് ഫസ്റ്റ് വേവിൽ ഫോക്കസ് ചെയ്യുന്നത്. സെക്കൻഡ് വേവ് വരുമ്പോൾ കുറച്ചുകൂടെ അതിനെന്താണ് മൾട്ടി ഡയമെൻഷനായി, കുറച്ചുകൂടെ മൾട്ടി ഡയമെൻഷനായി. അതായത് പൊളിറ്റിക്കൽ സ്പേസ് മാത്രമല്ല, പൊളിറ്റിക്കൽ റൈറ്റ്സ് മാത്രം പോരാ, മറിച്ച് എന്താണ് സോഷ്യൽ, എക്കണോമിക്, കൾച്ചറൽ റൈറ്റ്സും എന്താണ് സ്ത്രീകൾക്ക് വേണം. തേർഡ് വേവ് വരുമ്പോൾ കുറച്ചുകൂടെ മൾട്ടി ഡയമെൻഷനായി എന്നുള്ളതാണ്. അപ്പോൾ അത് മൈനോറിറ്റി ആസ്പെക്ട് വന്നു, ഐഡന്റിറ്റി, റേഷ്യൽ ഐഡന്റിറ്റി ആസ്പെക്ട് വന്നു, കാസ്റ്റ് ഐഡന്റിറ്റി ആസ്പെക്ട് വന്നു, പിന്നെ കുറച്ചുകൂടെ കൾച്ചറലായി കുറച്ചുകൂടെ മൾട്ടി ഡയമെൻഷനായി തേർഡ് വേവ് ഫെമിനിസം വരുമ്പോൾ. ഫോർത്ത് വേവ് ഫെമിനിസം വരുന്നത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് 2006 സ്റ്റാർട്ട് ചെയ്ത്, അതായത് മീ ടു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പം സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന, അന്ന് തൊട്ട് ഇന്ന് വരെ നടന്ന കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണിത് ഫോർത്ത് വേവ് ഓഫ് ഫെമിനിസം മെയിനായിട്ട് വരുന്നത്. അതായത് മീ ടു ക്യാമ്പയിൻ ആണ് മെയിനായിട്ട് ഫോർത്ത് വേവ് ഓഫ് ഫെമിനിസത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അത് ആരാണ് സ്റ്റാർട്ട് ചെയ്തത്, തരാന ബാർക്ക് എന്ന് പറയുന്ന US ആക്ടിവിസ്റ്റ് ആണെന്ത് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ ഫെമിനിസത്തെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇതുപോലുള്ള ക്ലാസ്സിനും കണ്ടന്റിനും എന്താണ് നമ്മൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ പിന്നെ കോഴ്സ് നമ്മുടെ ഐഫറിൻ്റെ പൊളിറ്റിക്കൽ സയൻസ് കോഴ്സിൽ ഫുള്ളും ഇതുപോലുള്ള ക്വാളിറ്റി കണ്ടന്റും ക്വാളിറ്റി മെറ്റീരിയലും എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വാളിറ്റി കണ്ടന്റും ക്വാളിറ്റി ക്ലാസ്സസും ക്വാളിറ്റി മെറ്റീരിയലും ആയിരിക്കും അവൈലബിൾ ആകല്ല, പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം എല്ലാവരും പഠിക്കുക, നന്നായി പഠിച്ചിട്ട് ജൂണിലെ എക്സാമിന് എല്ലാവരും എന്താണ് നെറ്റും JRFും ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. അപ്പോൾ അടുത്ത ലൈവ് ക്ലാസ് നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. അതുവരെ ബൈ ഫ്രം Aifer Education.